പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും വാത്സല്യമുള്ള സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മെസ്സിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തങ്കത്തിരുവചനങ്ങളെ പകുത്തെടുക്കുവാൻ നമുക്ക് സന്ദർഭവും ഭാഗ്യവും കരുതലും കരുണയും തന്ന കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നാം വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 10-11 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇത്. ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാറുള്ള, നമ്മൾ ധ്യാനിക്കാറുള്ള മധുരമനോഹരമായ ഒരു വേദഭാഗമാണിത്, പാഠഭാഗമാണിത്. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം യേശുക്രിസ്തുവിൻ്റെ തിരുജനന സമയത്ത് തങ്ങളുടെ ആടുകൾക്ക് കാവൽക്കാരായി രാത്രികാലത്ത് ആടുകളെ കൂട്ടിനുള്ളിൽ കയറ്റി അതിന് പുറത്ത് കാവൽ കിടന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനായ ദൈവദൂതൻ വിളിച്ചു പറയുന്ന ദൂതാണ്. ദൈവദൂതൻ അവരോട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയം അത് എല്ലാ മനുഷ്യരിലും ഇങ്ങനെ രൂഢമൂലമായി കിടക്കുന്ന, ഒരുപക്ഷെ മാറ്റാനാകാത്ത, അസ്ഥിക്ക് പിടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഭയം, പേടി. ഭയം എന്നതിന് 2 തലങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. ഒന്ന് ബഹുമാനത്തിൽ നിന്നുടലെടുക്കുന്ന, ഭക്തിയിൽ നിന്നുടലെടുക്കുന്ന, സ്നേഹത്തിൽ നിന്നുടലെടുക്കുന്ന ഭയം, അത് പോസിറ്റീവാണ്. എന്നാൽ നേരെ മറിച്ച് ഒരാൾക്ക് തൻ്റെ കുറ്റബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ താൻ ശിക്ഷിക്കപ്പെടുമെന്ന ബോധ്യത്തിൽ നിന്ന്, തൻ്റെ ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങളും തെറ്റുകളും താൻ പ്രവർത്തിച്ചിരിക്കുന്നു, തിരിച്ചടി ഉണ്ടാകാതിരിക്കില്ല എന്ന ഭീതിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് മറ്റൊന്ന്. അത് നെഗറ്റീവാണ്. ഒരിക്കലൊരു കൊലപാതകം ചെയ്ത മനുഷ്യൻ, ഒരു കൊലപാതകമല്ല, ഒരു കുടുംബത്തെ മൊത്തം കൊലപാതകം ചെയ്ത ഒരു മനുഷ്യൻ, പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അതങ്ങനെ ചെയ്തു പോയി. പിടിക്കപ്പെടുമെന്ന ഭയം അയാളെ വല്ലാതെ വേട്ടയാടി. അയാൾ അവിടെ നിന്ന് നാട് വിട്ട് പോവുകയാണ്. അനേക സ്ഥലങ്ങളിൽ അയാൾ അലഞ്ഞ് തിരിഞ്ഞ് പോലീസിൻ്റെ കണ്ണിൽപ്പെടാത്ത ഇടങ്ങളിലൊക്കെ അയാൾ ഒളിച്ച് താമസിക്കുകയാണ്. അയാൾ ആരോട് സംസാരിക്കുന്നില്ല, അയാൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, അയാൾക്ക് ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്നില്ല. അയാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പിടിവീഴാം, താൻ പിടിക്കപ്പെടും, താൻ ശിക്ഷിക്കപ്പെടുമെന്ന കുറ്റബോധം അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം അയാളങ്ങനെ ഒരു മനോരോഗിയെ പോലെ ചിലവഴിച്ചു. ഒടുവിൽ അയാൾ പിടിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഈ 2ാമത് പറഞ്ഞ സംഗതിയാണ് ശരിയായ ഭയം. അതൊരു മനുഷ്യനെ വല്ലാതെ തകർത്ത് കളയുന്നു, ഉലച്ചു കളയുന്നു, ഒരാളുടെ ജീവിതത്തെ അങ്ങേയറ്റം താറുമാറാക്കി കളയുന്നു. ഈ ഒരവസ്ഥയിൽ പെട്ടുപോകുന്ന ആളുകളോടാണ് പറയുന്നത്. ഇത് കേവലം ഇടയന്മാരോട് ദൈവദൂതൻ പറയുന്ന ഒരു സമയത്തേക്കുള്ള സന്ദേശമല്ല, ലോകത്തുള്ള മുഴുവൻ ദൈവമക്കളോടും എന്നേക്കുമായി വിളംബരം ചെയ്യപ്പെടുന്ന ശ്രേഷ്ഠമായ സന്ദേശമാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയുന്നതാണ് കുറേ കൂടെ കാമ്യമെന്ന് അച്ഛന് തോന്നുന്നു. നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ നമ്മൾ വേദപുസ്തകം ശ്രദ്ധയോടെ പഠിച്ചാൽ, ഈ സങ്കീർത്തന പുസ്തകത്തിലെത്തുമ്പോൾ 27-ാമത്തെ സങ്കീർത്തനം, ആ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം: കർത്താവ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? കർത്താവ് എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? തുടർന്ന് സങ്കീർത്തകൻ ദാവീദ് ഇങ്ങനെ പാടുകയാണ്: എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. എന്തു വലിയ ഉറപ്പാണ്,
എന്തു വലിയ ധൈര്യമാണ് ഇവിടെ ദാവീദ് പ്രകടമാക്കുന്നത്. എനിക്ക് ഭയമില്ല, ഞാൻ ഒന്നിനെക്കുറിച്ചും പേടിക്കുന്നില്ല, കാരണം എനിക്ക് ഒരു ദൈവമുണ്ട്, അവൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആരെ പേടിക്കണം? അവൻ എൻ്റെ ജീവൻ്റെ ബലമാകയാൽ ഞാൻ എന്തിന് ഭയപ്പെടണം? ഈ ചോദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എഴുതി പകർത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ 27-ാം സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഹൃദയത്തിൽ എഴുതി പിടിപ്പിക്കേണ്ടതാണ്. അത് നിരന്തരം ഒരു ദൈവ പൈതൽ ജീവിതത്തിലുടനീളം ഉച്ചരിക്കേണ്ടതാണ്. ഇന്ന് ഒരുപാട് ആളുകൾ ഭയത്തിൻ്റെ പിടിയിൽ അമർന്ന് വല്ലാതെ ഭീവത്സമായ അവസ്ഥയിൽ ജീവിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യുവാനും ഭയമാണ്. പഠിക്കുന്നത് സംബന്ധിച്ച്, പരീക്ഷ എഴുതുന്നത് സംബന്ധിച്ച്, പരീക്ഷയുടെ റിസൾട്ട് സംബന്ധിച്ച്, ഒരു പരിശോധന സംബന്ധിച്ച്, ഒരു മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് സംബന്ധിച്ച് വല്ലാതെ ഭയപ്പെടുകയാണ് ഈ ജനം. സത്യത്തിൽ ഈ ഭയമെല്ലാം ദൈവവിശ്വാസമില്ലായ്മയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. എനിക്കൊരു ദൈവമുണ്ട് എന്ന് അന്തരംഗത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഉലച്ചു കളയാൻ ലോകത്തുള്ള ഒരനർത്ഥത്തിനും കഴിയില്ലെന്നറിയാമോ? ഒരനർത്ഥത്തിനും കഴിയില്ല ദൈവമക്കളെ, സത്യമാണത്. മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഭയം, അത് മുമ്പ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ അനേക തലങ്ങളിൽ ഭയം ബാധിക്കും. താൻ പിടിക്കപ്പെടുമെന്ന ഭയം, തനിക്ക് മാരക രോഗമാണെന്ന ഭയം, അതുമല്ലെങ്കിൽ താൻ തോറ്റുപോകുമെന്ന ഭയം, അല്ലെങ്കിൽ തൻ്റെ യാത്ര മുടങ്ങുമെന്ന ഭയം, തൻ്റെ കുടുംബജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമെന്ന ഭയം, സാമ്പത്തിക ഞെരുക്കം വരുമെന്ന ഭയം, ബിസിനസ് കൈവിട്ടു പോകുമെന്ന ഭയം. ഇങ്ങനെ പോയാൽ ഭയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ അടിമുടി തകർത്ത് കളയുന്ന, അവൻ്റെ സകല സന്തോഷവും ചോർത്തിക്കളയുന്ന, അവൻ്റെ ജീവിതത്തെ തികച്ചും സ്വസ്ഥതയില്ലാതെയാക്കുന്ന, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയത്തിൻ്റെ മൂലകാരണം മരണഭയമാണ്. മരണഭയം ഒരാളെ പിടികൂടിയാൽ പിന്നെ ആ മനുഷ്യന് യാതൊരു സ്വസ്ഥതയുമില്ല. പിന്നെ അയാളുടെ മനസ്സ് നിരന്തരം തിരമാലകൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുള്ള കടൽ പോലെയാണ്. അതിനൊരിക്കലും ശാന്തത വരുന്നില്ല. അതിങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്രയോ ആളുകൾ ഇങ്ങനെ ജീവിക്കുകയാണ്. അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ എനിക്കൊരു ദൈവമുണ്ടെന്ന്, അവനെൻ്റെ ജീവൻ്റെ ബലമാണെന്ന്, അവനെനിക്ക് മതിയായവനാണെന്ന്, അവനെൻ്റെ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കുമെന്ന് ദൃഢനിശ്ചയവും ഉറപ്പും വിശ്വാസവും ബോധ്യവുമില്ലായ്മയാണ് ഇത്തരത്തിൽ ആളുകൾ ചിന്തിക്കുന്നതിനും ഭയപ്പെടുന്നതിനും കാരണം. അവിടെയാണ് സങ്കീർത്തകൻ്റെ ഉദ്ധരണി നമ്മെ ധൈര്യപ്പെടുത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, മരിക്കുമെന്ന പേടി അതൊരു മനുഷ്യനെ വല്ലാതെ തകർത്ത് കളയുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല. ആ വാചകം വളരെ ശ്രദ്ധയോടെ, വളരെ ശക്തിയോടെ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും എഴുതി വയ്ക്കണം. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കയില്ല. മരണം മാറുന്നു എന്ന വലിയ പ്രഖ്യാപനമാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. ഇനി പേടിക്കേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇനി നീ മരിക്കയില്ല, നിൻ്റെ മേൽ മരണത്തിന് അധികാരമില്ല എന്ന് കർത്താവ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് എത്രത്തോളം ഇത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കണം. ദൈവമക്കളെ, ഇനി ഈ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് നാം തുടർന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ 46-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു പാഠം നമ്മളെ ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. 46-ാമത്തെ സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണത്. സംഗീത പ്രമാണിക്ക് കന്യകമാർ എന്ന രാഗത്തിൽ കോരഹപുത്രന്മാർ എഴുതുന്ന ഒരു സങ്കീർത്തനമാണ്, അവർ പാടുന്ന പാട്ടാണ്. അതിങ്ങനെയാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കോരഹപുത്രന്മാർ പാടുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ ആകുന്നു. പിറവിയെടുക്കുന്ന രാജകുമാരൻ, അവനെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം പകരുന്ന ഒരു സന്ദേശമാണിത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. സങ്കേതമായവൻ, ബലമായവൻ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടകാലത്ത് തുണയായവൻ. അങ്ങനൊരു ദൈവമുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, ഭയപ്പെടണ്ട. ദൂരസ്ഥനെന്ന് നിങ്ങൾ നനച്ചു വച്ചിരുന്നവനിതാ നിങ്ങൾക്ക് സമീപസ്ഥനായി തീർന്നിരിക്കുന്നു.
അവൻ ഭൂജാതം ചെയ്തിരിക്കുന്നു. അത്യുന്നതനായ ദൈവം, അണ്ടകടാഹങ്ങൾക്ക് അധിപതിയായ ദൈവം, സർവശക്തനായ ദൈവം, സ്വർഗത്തിൽ വാസം കൊള്ളുന്ന ദൈവം ഇതാ കേവലം മാനുഷവേഷമെടുത്ത് കന്യകയിൽ ഉരുവായി കല്ലിടാവിൽ പിറവിയെടുത്തിരിക്കുന്നു. ഇതാ അവൻ നിങ്ങൾക്ക് സമീപസ്ഥനായി തീർന്നിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് പ്രാപ്യനായി തീർന്നിരിക്കുന്നു, അവൻ നിങ്ങളോട് കൂടെയായിരിക്കുന്നു. ദൈവം മനുഷ്യനോട് കൂടെയായിരിക്കുന്നു. ഇനി ഭയപ്പെടേണ്ട. ജീവനാകുന്നവൻ, ജീവദാതാവാകുന്നവൻ, ജീവൻ്റെ പരിപാലകനാകുന്നവൻ, ജീവൻ നിലനിർത്തുന്നവനാകുന്നവൻ, നിത്യജീവനിലേക്ക് വഴി നടത്തുന്നവനാകുന്നവൻ ഇതാ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. എത്ര മധുരം, എത്ര മനോഹരം. തുടർന്ന് സങ്കീർത്തകൻ ഇങ്ങനെ പാടുകയാണ് 2-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഭൂമി അങ്ങ് മാറിപ്പോയാലും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകയാൽ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകയാൽ, അതുകൊണ്ട് ഈ ഭൂമി അങ്ങ് മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ വീണ്ടും കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എത്ര ശക്തമായ ഒരു പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കോരഹപുത്രന്മാർ പ്രഖ്യാപിക്കുന്നത്. ഈ സങ്കീർത്തനമൊക്കെ മനഃപ്പാഠം പഠിച്ച എത്രയോ പേരുണ്ട്. എന്നാൽ അത് മനഃപ്പാഠം പഠിച്ചിട്ടും അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇന്ന് അനേകം വിശ്വാസികളുടെ കുഴപ്പം. അപകടകരമായ മനോനിലയോടെ അവർ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അവരിത് മനസ്സിലാക്കാതെ പോകുന്നതാണ്. വേദപുസ്തകത്തിൽ എത്ര വ്യക്തതയോടെയാണ് പ്രിയപ്പെട്ടവരെ എഴുതിയിട്ടുള്ളത്. ഭയപ്പെടേണ്ട, നമ്മൾ അനാഥരല്ല, നമ്മൾ സനാഥരാണ്, നമുക്കൊരു ദൈവമുണ്ട് എന്ന് അടിവരയിട്ട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിലപ്പെട്ട സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളുലഞ്ഞിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആശ്വസിപ്പീനെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഭയപ്പെടേണ്ട. അത് വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സന്ദേശമാണ്. കർത്താവ് കൂടെയുണ്ട് എന്ന്, കർത്താവ് മുന്നിലുണ്ട് എന്ന ഉറപ്പാണ് നമ്മുടെ ഭയം മാറ്റിക്കളയുന്നത്. ഒരു ദിവസം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോവുക, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നാലെ വന്നുകൊള്ളാം. അവിടെ വേറെ പടകുകളൊന്നും ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, നിന്നെയും കൊണ്ട് ഞങ്ങൾ പോയിക്കൊള്ളാം, അതുവരെ ഞങ്ങൾ കാത്തിരിക്കാം. കർത്താവ് പറഞ്ഞു, വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, നിങ്ങൾ പോയിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് യാത്രയാക്കി. തിബരിയോസിൻ്റെ അങ്ങേക്കരയിലാണ് കർത്താവ് അപ്പോൾ നിൽക്കുന്നത്. അത് വിജനമായ സ്ഥലമാണ്. ശിഷ്യന്മാർ ഇക്കരയ്ക്ക് പടകുമായി യാത്ര ചെയ്യുകയാണ്. പക്ഷേ ആ രാത്രി അവർക്ക് യാത്ര അത്ര സുഗമമായിരുന്നില്ല. കാറും കോളും ധാരാളമായിട്ടുണ്ടായിരുന്നു. 10-22 കിലോമീറ്റർ ദൂരം അവർക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവർക്കത് സുഖകരമായി തോന്നിയില്ല. അവർ വല്ലാതെ തളർന്ന് അവശരായി. വലിയ അലമാലകളൊക്കെ അവരുടെ പടകിന് മേൽ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി. അവർക്ക് എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പാതിരാത്രി കഴിഞ്ഞു. 3-ാം യാമവും 4-ാം യാമവും പിന്നിടുകയാണ്. അപ്പോഴതാ കടലിൻ്റെ മീതെ ആരോ നടന്നു വരുന്നതായി അവർ കാണുകയാണ്. ശുഭ്രവസ്ത്രം ധരിച്ചൊരാൾ കടലിൻ്റെ മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, ദാ ഭൂതം, ഭൂതം എന്ന്. നമ്മുടെ ആളുകൾക്ക് ഈ ചിന്ത വളരെ കൂടുതലാണ്. അന്നും ഉണ്ടായിരുന്നു ഈ ചിന്ത. ഉൾക്കൊള്ളാനാകാത്ത ഒരു കാഴ്ച കണ്ടാൽ, ശരീരമുള്ള ഒരു മനുഷ്യനും വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാനാകില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുന്നത് ഒരാത്മാവാണ് എന്നതൊരു ഭൂതമാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. അതിലവരെ കുറ്റം പറയാനൊക്കില്ല. അവർ അലറി നിലവിളിക്കുമ്പോൾ തെല്ലടുത്തേക്ക് വന്ന ഈ വെളുത്ത രൂപം വിളിച്ചു പറയുകയാണ്, ഭയപ്പെടണ്ട, ഞാനാണ് നിങ്ങളുടെ ഗുരു. നോക്കണം പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധാരണ കൊണ്ടെങ്കിലും ഉള്ളുലഞ്ഞു പോയിട്ട് വല്ലാതെ മനോഭാരപ്പെട്ട് ചങ്കുപൊട്ടി അലറിക്കരയുന്ന അപ്പോസ്തലന്മാരോട് കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാനാണ് നിങ്ങളുടെ ഗുരു. ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസ് അപ്പോസ്തലന് വലിയ ആവേശമാണ് തോന്നിയത്. വികാരവിജൃംഭിതനായ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നുണ്ട്, കർത്താവേ, ഗുരു, നീയാകുന്നുവെങ്കിൽ നിന്നോടുകൂടെ ഞാനും വെള്ളത്തിന്മീതെ നടക്കാൻ കൽപ്പന തരുമാറാകണം. നീ ഇറങ്ങിപ്പോരുക പത്രോസേ, നീ ആശങ്കപ്പെടേണ്ട, ഞാനല്ലേ പറയുന്നത്, ധൈര്യമായി പോരുക. യേശുവിലേക്ക് കണ്ണു നട്ടുകൊണ്ട് പത്രോസ് ആ പടകിൽ നിന്ന് കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചു. പ്രിയപ്പെട്ടവരെ, മാർബിൾ തറയിൽ ചവിട്ടിയതുപോലെ പത്രോസിന് തോന്നി. പത്രോസ് മറ്റൊന്നും ചിന്തിച്ചില്ല. രണ്ടാമത്തെ കാലും എടുത്തു വെച്ചു. യേശുവിൻ്റെ നേരെ അരികിലേക്ക് അവൻ നടന്ന് നീങ്ങുകയാണ് വെള്ളത്തിൻ്റെ മുകളിലൂടെ. കർത്താവ് മാത്രമല്ല, പത്രോസും വെള്ളത്തിൻ്റെ മീതെ നടന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിലുള്ള വിശ്വാസമാണ് പത്രോസിനെ അതിനെ പ്രാപ്തനാക്കിയത്. എന്നാൽ ആ വിശ്വാസം ക്ഷണനേരം കൊണ്ട് ഉലഞ്ഞുപോയി.
അലറിമറയുന്ന ചെങ്കടലിൽ നിന്ന് ആർത്തിരമ്പുന്ന തിരമാലകൾ അവൻ്റെ ശിരസ്സിനു മുകളിൽ പറന്നു പോകുമ്പോൾ അവൻ കർത്താവിൽ നിന്ന് കണ്ണു തെറ്റിച്ച് ഭയത്തോടെ കടലിലേക്കൊന്ന് നോക്കി. അതോടുകൂടി അവൻ ആഴത്തിലേക്ക് താണുപോകുന്നതായ ഒരു അനുഭവമുണ്ടായി. കൈകാലുകളിട്ട് അടിച്ച് നീന്തലറിയാവുന്ന പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ തുടിച്ച് അവൻ നിലവിളിക്കുകയാണ്, കർത്താവേ, എന്നെ രക്ഷിക്കുമാറാകണം. ഭയമുണ്ടായി. എപ്പോഴാണ് ഭയമുണ്ടാകുന്നത്? രക്ഷിതാവിൽ നിന്ന് മനസ്സ് മാറുമ്പോൾ, കണ്ണു തെറ്റുമ്പോൾ, മറ്റെവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ. ഇന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുകയാണ്, ഇതാ രക്ഷകൻ നിങ്ങളോടുകൂടെ, അമ്മാനുവേൽ, അവൻ നിങ്ങളോടുകൂടെ, അവൻ നിങ്ങളുടെ ചാരത്ത്, അവൻ നിങ്ങളുടെ സമീപസ്ഥ, അവൻ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരുവാൻ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ചേർന്ന് നിൽക്കുകയാണ്. ഭയപ്പെടേണ്ട. ഈ വേദഭാഗം തരുന്ന രണ്ടാമത്തെ സന്ദേശം, ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഉണ്ടായ സന്തോഷമല്ല, ഉണ്ടാകുവാനുള്ള സന്തോഷമാണ്. ഒരാൾക്കുള്ള സന്തോഷമല്ല, ഒരു പറ്റം ജനത്തിനുള്ള സന്തോഷമല്ല, ഒരു മതവിഭാഗത്തിലുള്ള ആളുകൾക്കുള്ള സന്തോഷമല്ല, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷമാണ്. മഹാസന്തോഷമാണ്. അഖില ലോകത്തുമുള്ള സകല പാപിക്കും രക്ഷയുടെ സന്ദേശവുമായി വന്നവൻ നൽകുന്ന സന്തോഷമാണ്. പകരം വയ്ക്കാനില്ലാത്ത സന്തോഷമാണ്. വിവരിച്ചാൽ വർണ്ണിച്ചാൽ തീരാത്ത സന്തോഷമാണ്. ഒരാളുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്ത സന്തോഷമാണ്. ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷമാണ്. ലോക നേതാക്കന്മാർക്കോ ലോക സാധ്യതകൾക്കോ ലോകത്തിൻ്റെ സമ്പത്തിനോ സ്ഥാനമാനങ്ങൾക്കോ സാമ്പത്തിക വർധനവിനോ തരുവാൻ കഴിയാത്ത സന്തോഷമാണ്. ഇത് യേശു ക്രിസ്തു മാത്രം തരുന്ന സന്തോഷമാണ്. ഈ സന്തോഷത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷമുണ്ടാകും. സാമ്പത്തിക ബാധ്യത മാറുമ്പോൾ, പരീക്ഷയ്ക്ക് ജയിക്കുമ്പോൾ, വിദേശത്ത് പോകാൻ വിസ കിട്ടുമ്പോൾ, യാത്രയ്ക്കുള്ള അവസരങ്ങൾ ചേർന്ന് വരുമ്പോൾ, വിവാഹം നടക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട മക്കളുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവർ, ഇങ്ങനെ പോയാൽ സന്തോഷത്തിന് ഒരുപാട് തലങ്ങളും മേഖലകളുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ വക സംഭവങ്ങളൊന്നും നടക്കുമ്പോഴല്ല, തൻ്റെ മേൽ വീണ മരണനിഴൽ മാറിപ്പോയി എന്ന് ബോധ്യപ്പെടുമ്പോൾ, ഇനി താൻ മരിക്കയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, മരണം പരാജയപ്പെട്ടു എന്നും താൻ വിജയിച്ചു എന്നും ബോധ്യപ്പെടുമ്പോൾ, അപ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷം ലോകത്തിനൊരിക്കലും ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയില്ല. ലോകം തരാത്ത സന്തോഷം, ലോകം തരാത്ത സമാധാനം, രക്ഷയുടെ സന്തോഷം, അതാണ് ആ സന്തോഷത്തിൻ്റെ പേര്. ശിക്ഷ മാറിക്കിട്ടുന്നതാണ് രക്ഷ. ശിക്ഷയ്ക്ക് അർഹരാണ് ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരേപോലെ ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നുവെന്ന് തിരുവചനം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ദൈവവചനം ചേർത്ത് പ്രഖ്യാപിക്കുമ്പോൾ, ഇവിടെ പറയുകയാണ് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. പാപിയെ പാപത്തിൽ മരിക്കാൻ വിടാതെ, പാപിയെ പരിത്രാണം ചെയ്യുവാൻ പാപമില്ലാത്ത പരിശുദ്ധൻ പാപിക്ക് പകരം പാപമേറ്റെടുത്ത് പാപപരിഹാരയാഗമാകുവാൻ മനസ്സ് വച്ചിരിക്കുന്നു എന്ന വലിയ പ്രഖ്യാപനം. ഇത് ബോധ്യപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം സംജാതമാകുന്നത്. ഇനി ഞാൻ മരിക്കുകയില്ല, ഇനി എൻ്റെ മേൽ മരണത്തിന് അധികാരമില്ല. മരണത്തെ ജയിച്ചവൻ എൻ്റെ ഉള്ളത്തിൽ വന്ന് എന്നോട് പറയുന്നു, ഇനി നീ മരിക്കയില്ല എന്ന്. മരണം മാറിക്കിട്ടി എന്ന സന്തോഷം. ഇതിലും വലിയ സന്തോഷമൊന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാനില്ല പ്രിയപ്പെട്ടവരെ. യെശയ്യാപ്രവചനം 52-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിൻ്റെ ദൈവം വാഴുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാൽ പർവ്വതത്തിന്മേൽ എത്ര മനോഹരം. ഈ സുവാർത്താദൂതനാണ് ഇപ്പോൾ ആട്ടിടയന്മാരോട് സംസാരിക്കുന്നത്. അവൻ പ്രഘോഷിക്കുന്നത് രക്ഷയെ പ്രസിദ്ധമാക്കുന്ന സന്ദേശമാണ്. രക്ഷയെ പ്രസിദ്ധമാക്കുന്ന സന്തോഷം. അതുകൊണ്ട് ദൈവമക്കളെ, ഇത് മഹാസന്തോഷത്തിൻ്റെ പെരുന്നാളാണ്, ക്രിസ്മസ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വലിയ ആനന്ദം പകരുന്ന ഒരനുഭവമാണ്. ആശങ്ക വേണ്ട എന്ന് അടിവരയിട്ട് ആവർത്തിച്ച് പറയുന്ന അനുഗ്രഹത്തിൻ്റെ പെരുന്നാളാണ് ക്രിസ്മസ്. അതുകൊണ്ട് ദൈവമക്കളെ, ഭയപ്പെടേണ്ട.
സന്തോഷിക്കുക. ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ശരിക്കും ആ സന്തോഷം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കലല്ല നിവർത്തിതമാകുന്നത്. ആ സന്തോഷം വന്നിരിക്കുന്നു, ഉണ്ടാകുവാനുള്ള സന്തോഷമാണ്. 33 തിരുവയസ്സുകാലത്തെ ഐഹികവാസത്തിൻ്റെ പര്യവസാനത്തിൽ മാനവൻ്റെ പാപമേറ്റെടുത്ത് കാൽവരി ക്രൂശിൽ തന്നെ യാഗമായി സമർപ്പിച്ച പരിശുദ്ധനായ തമ്പുരാൻ്റെ ക്രൂശിലെ യാഗത്താലാണ് ഈ മഹാസന്തോഷം യാഥാർത്ഥീകരിക്കപ്പെട്ടത്, പൂർണ്ണത കണ്ടെത്തിയത്. അതുകൊണ്ട് ദൈവമക്കളെ, വരുവാനുള്ള മഹാസന്തോഷമെന്ന വചനം അത് കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചതാണ്. ഹോസന്ന പെരുന്നാളിൽ ഒരു മഹാസന്തോഷം നമുക്ക് കാണുവാൻ സാധിക്കും. അനാഥരായി, തികച്ചും അനാഥരായി, സാമ്രാജ്യത്വത്തിൻ്റെ തടവറയ്ക്ക് കീഴിലായിരുന്ന ഇസ്രായേൽ ജനം തങ്ങൾക്ക് ഒരു രാജാവുള്ളതായി തിരിച്ചറിയുന്നു. റോമൻ ഭരണത്തിൻ്റെ കീഴിൽ, കൈസറിൻ്റെ ഭരണത്തിന് കീഴിൽ, പീലാത്തോസിൻ്റെ ഭരണത്തിന് കീഴിൽ, ഒരടിമനുഖത്തിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടിരുന്ന ജനം തങ്ങളുടെ രാജാവിനെ കണ്ടെത്തി മഹാസന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നതാണ് ഹോശന്ന പെരുന്നാളിൽ നാം കാണുന്നത്. ഓർക്കുക, മഹാസന്തോഷം, വരുവാനിരിക്കുന്ന മഹാസന്തോഷമെന്ന് പിറവിനാളിൽ അരുളി ചെയ്യപ്പെട്ടത് പിന്നീടിങ്ങനെ ഘട്ടം ഘട്ടമായി നിവർത്തിതമാവുകയാണ്. സാർവത്രിക രക്ഷ, സാർവലൗകിക രക്ഷ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷ, മഹാസന്തോഷം. അതാണത്രേ ഇവിടെ വിളംബരം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധൈര്യപ്പെടുവീൻ, ആശങ്കപ്പെടാതിരിക്കുവീൻ. എന്താണ് ഈ സന്തോഷത്തിൻ്റെ കാരണം? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഭൂജാതം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ്, അവനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് രക്ഷിതാവ് എന്ന പേരിലാണ്. ശിക്ഷ അനുഭവിക്കേണ്ട ജനത്തെ രക്ഷിക്കുന്നവനാണ് രക്ഷിതാവ്. ഈ പിറവിയെടുക്കുന്ന രാജാതിരാജനായ രാജകുമാരനെ വിളിക്കുന്നത് രക്ഷിതാവ് എന്നാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ക്രിസ്തു എന്ന രക്ഷിതാവ്. വളരെ വ്യക്തതയോടെ ഇവിടെ യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പറയുകയാണ് ഈ രക്ഷിതാവിനെ കുറിച്ച്. ആധിപത്യം തോളിലിരിക്കുന്നവൻ, അത്ഭുതമന്ത്രിയായിരിക്കുന്നവൻ, വീരനായ ദൈവമായിരിക്കുന്നവൻ, നിത്യപിതാവായിരിക്കുന്നവൻ, സമാധാന പ്രഭുവായിരിക്കുന്നവൻ, ഭൂജാതം ചെയ്തിരിക്കുന്നു. ഓർക്കുക, എന്തു വലിയ സന്തോഷമാണ് ഇവിടെ വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാസന്തോഷം. ക്രിസ്തു എന്ന രക്ഷിതാവ് പിറന്നിരിക്കുന്നു. ഈ സംഭവം തന്നെ മത്തായി എഴുതിയ രക്ഷാസുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം: അവൾ ഒരു മകനെ പ്രസവിക്കും. യൗസേഫിനുണ്ടായ വെളിപ്പാടിൽ യൗസേഫിനെ ഉറപ്പിക്കുവാൻ ദൈവദൂതൻ പറയുകയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് രക്ഷിതാവ് എന്ന് അർത്ഥം വരുന്ന യേശു എന്ന പേർ ഇടണം. യേശുക്രിസ്തുവിൻ്റെ പിറവിക്ക് മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് കൂടി വരും മുമ്പ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യക ഗർഭിണിയാണെന്നറിഞ്ഞ് ചഞ്ചലചിത്തനായി പോയ യൗസേപ്പ് പിതാവിന് ദൈവദൂതൻ വെളിപ്പെട്ട് അരുളി ചെയ്യുകയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും. പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചതാണ്, ദൈവപദ്ധതിയുടെ നിവൃത്തീകരണമാണ്. ആ ശിശുവിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. രക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു. എത്രമാത്രം പ്രീ പ്ലാൻഡ് ആയിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരമെന്ന്. എത്ര വലിയ ശ്രേഷ്ഠമായ സ്വർഗ പദ്ധതിയുടെ നിവർത്തീകരണവും യാഥാർത്ഥീകരണവുമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയിലൂടെ സംഭവിക്കുന്നത് എന്ന വലിയ സന്ദേശമാണ് ഇവിടെ നൽകപ്പെടുന്നത്. രക്ഷ നൽകുന്നവൻ യേശു ക്രിസ്തു രക്ഷിതാവാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ അട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല.
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. പുണ്യപ്രവൃത്തികളാൽ, ദാനധർമ്മങ്ങളാൽ പാപപരിഹാരം ലഭിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകം ആളുകൾ മറ്റ് അനേകം മേഖലകളിലൂടെ പാപപരിഹാരം ലഭിക്കുമെന്ന് വിചാരിച്ച് തെറ്റിദ്ധാരണയോടെ പലതും ചെയ്തു കൂട്ടുകയാണ്. ആ ചെയ്യുന്ന പുണ്യങ്ങൾക്കൊക്കെ പ്രതിഫലം കിട്ടും. പക്ഷേ രക്ഷ കിട്ടുവാൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമല്ലാതെ, പാപത്തിൻ്റെ ശിക്ഷയേറ്റ് പാപത്തെ ഹനിച്ചവൻ്റെ അനുഗ്രഹത്താലല്ലാതെ സാധിക്കില്ല. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമം മാത്രം. ആകയാൽ സ്നേഹിതരെ, ഈ വേദഭാഗം നമുക്ക് തന്ന അതിമനോഹരമായ സന്ദേശം: 1, ഭയപ്പെടണ്ട. 2, നമുക്ക് ഒരു മഹാസന്തോഷത്തിന് കാരണമുണ്ട്. 3, ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പിറവിയെടുത്തിരിക്കുന്നു. ആകയാൽ സ്നേഹിതരെ, ആശങ്കകൾ ഒഴിവാക്കി സന്തോഷത്തിമിർപ്പോടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിതരായി ആനന്ദാതിരേകത്താൽ ഉല്ലാസത്തിൻ്റെ ശ്രേഷ്ഠതയാൽ ദൈവത്തെ സ്തുതിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ദൈവനാമത്തിൽ ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം പാദപീഠത്തിലിരുന്ന് ഞങ്ങൾ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ അടിമുടി വ്യത്യാസപ്പെടുത്തുവാനും, പുതിയ പ്രത്യാശ നൽകുവാനും, പുതിയ ധൈര്യം നൽകുവാനും, മഹാസന്തോഷത്തിൽ നിറയുവാനും, രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാനും മുഖാന്തരമാക്കി തീർക്കുമാറാകണം. മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.